നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 17 വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേ ആണ്. ഞാൻ ഡോക്ടർ ഷമീന, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, ദയ റോയൽ കുന്നംകുളം. ഞാൻ ഡോക്ടർ ലക്ഷ്മി, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ, ദയ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഇപ്രാവശ്യത്തെ വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേക്ക് എന്താണ് ചെയ്യുന്നത്? ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നവജാത ശിശുക്കളെയും കുട്ടികളുടെയും സേഫ് കെയറിലാണ്. നമുക്ക് പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബേബിയുടെ സേഫ്റ്റി ഡെലിവറിക്ക് ശേഷം മാത്രമാണ്. ആക്ച്വലി നമ്മൾ ഡെലിവറിക്ക് മുന്നേ തുടങ്ങേണ്ടതാണ്. അതിനെക്കുറിച്ച് മാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഓക്കെ. ഡെലിവറിക്ക് മുന്നേ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പേഷ്യൻസിന് ഡൗട്ടാണ്. എപ്പോഴും പേഷ്യൻസ് ചെയ്യുന്ന കാര്യം പ്രഗ്നന്റ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. ആക്ച്വലി പ്രഗ്നൻസിന് മുന്നേയും ഡോക്ടേഴ്സിനെ കാണിക്കണം. എന്ന് വെച്ചാൽ ഇതിന്റെ ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ്, മുന്നേ ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസ്, ഹൈപ്പർ ടെൻഷൻ, BP ഉള്ള പേഷ്യൻസ്, മുന്നേ ഫിക്സിന് മരുന്ന് കഴിക്കുന്ന പേഷ്യൻസ്, പല അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടാവും. അപ്പൊ അതിനൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് അതെല്ലാം കറക്റ്റ് കൺട്രോളിൽ വന്നിട്ട് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ കൂടി ശേഷം മാത്രം കൺസീവ് ആവും. അങ്ങനെ കൺസീവ് ആകുമ്പോൾ ലക്ഷ്മിക്ക് എന്താ തോന്നുന്നത്, എന്താ ബെനിഫിറ്റ്, ബേബിക്ക് എന്താ ബെനിഫിറ്റ് ഉണ്ടാവുക? എന്നുവെച്ചാൽ നമുക്ക് കൃത്യമായ ചെക്കപ്പിലൂടെ ആവുമ്പോൾ നമുക്ക് ബേബിയുടെ വളർച്ച എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. ബേബിക്ക് ഇപ്പോൾ വേണ്ട ഫോളിക് ആസിഡ്, തൈറോയിഡിന്റെ മരുന്നുകളെല്ലാം അമ്മയ്ക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ബേബിയുടെ ഫ്യൂച്ചറിന്റെ ആരോഗ്യത്തിന് ഇത് വളരെയധികം ഹെൽപ്പ് ആയിട്ടുള്ള. അതേപോലെ തന്നെ ആന്റിനേറ്റൽ പീരീഡിൽ നമുക്ക് പ്രഗ്നൻസിയിൽ കുറച്ചും കൂടി കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബേബിക്ക് ഹെൽപ്പ് ആവാൻ തോന്നുന്നുണ്ടോ? തീർച്ചയായും മദറിന്റെ ന്യൂട്രീഷൻ, അതുപോലെ തന്നെ ഇവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് എല്ലാം നേരത്തെ ഡയഗ്നോസ് ചെയ്ത് അതിന് അനുസരിച്ചുള്ള മെഡിസിൻസും ഫുഡും നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല ബേബിക്ക് മുലയൂട്ടലെല്ലാം പ്രസവത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നിപ്പിൾ പ്രോബ്ലംസ് ഇതെല്ലാം തന്നെ നമുക്ക് ആന്റിനേറ്റലി ഡിറ്റക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ നമുക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ബേബിക്ക് പാസ് ഓൺ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് യൂറിനറി ഇൻഫെക്ഷൻസും വെജൈനൽ ഇൻഫെക്ഷൻസും. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും നിങ്ങൾ എടുക്കേണ്ടതാണ്. പ്രഗ്നൻസി സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എടുത്തിട്ടില്ല അത് പ്രീ ടേം ഡെലിവറി, നേരത്തെ ഡെലിവറി ആവാൻ ചാൻസും വളരെ കൂടുതലാണ്. അതിനുശേഷം ബേബിക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. ഇപ്പൊ വാക്സിൻസ് കൊടുക്കാൻ കുറെ പേർക്ക് പേടിയുണ്ട്, അല്ലെങ്കിൽ വാക്സിൻസ് എന്തൊക്കെ കൊടുക്കണം എന്ന് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? അത് മെജോറിറ്റി ഒക്കെ കുട്ടികൾക്കും സേഫ് ആയിട്ട് ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനുള്ള വാക്സിൻസ് ആണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. അപ്പോൾ അത് സേഫ് ആണ്. പിന്നെ റെയർ ആയിട്ടുള്ള റിയാക്ഷൻസിനെ പറ്റിയിട്ട് ആലോചിച്ച് നമ്മൾ അധികം വറി ചെയ്യേണ്ട കാര്യമില്ല. ഈ സ്കൂളിൽ പോണ മക്കൾക്ക്, കുട്ടികൾ സ്കൂളിൽ പോണ സമയത്ത് അവർക്ക് ഒത്തിരി അധികം സ്കൂളിൽ തന്നെ കുറെ ഇൻഫെക്ഷൻസ് വരാം. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇഞ്ചക്ഷൻസും സ്കൂളിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ? കുട്ടികൾക്ക് അവരുടെ ഗ്രോയിങ് പീരീഡ് ഇൻഫെക്ഷൻസ് വരുന്നത് വളരെ കോമൺ ആണ്. അത് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ പനി, ചുമ, ജലദോഷം എല്ലാം വരുന്നത് കോമൺ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്ക് മെഡിസിൻസ് കൊടുക്കുമ്പോൾ കൃത്യമായ അവരുടെ വെയിറ്റിനനുസരിച്ചുള്ള മെഡിസിൻസ് വേണം കൊടുക്കാൻ. അപ്പോൾ ഇന്ന് വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേയുടെ ഭാഗമായിട്ട് നമുക്ക് നിങ്ങളുടെ പറയാനുള്ളത്, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക, കറക്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി കാര്യങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അവിടുന്ന് ഒപ്പിന്ന് ഇറങ്ങുക. വാക്സിനേഷൻ കറക്റ്റ് ആയിട്ട് എടുക്കുക. അപ്പൊ എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്.